താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ വിയോഗം ഉൾക്കൊള്ളാനായിട്ടില്ല സുഹൃത്തുക്കൾക്ക്. ഇന്ന് SSLC പരീക്ഷ തുടങ്ങുകയുമാണ്. വേദനകൾ ഉള്ളിലൊതുക്കി എലൈറ്റിലെ MGA ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതാൻ സഹപാഠികളെത്തും. അതേസമയം കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെയും പരീക്ഷ ഒബ്സർവേഷൻ റൂമിൽ കെയർ ഹോമിലെ ഒബ്സർവേഷൻ റൂമിലാണ് നടക്കുക. വിവരങ്ങളുമായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, അതിവൈകാരികമായ നിമിഷങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. കാരണം ആ കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതുക വലിയ വേദനയോടുകൂടി തന്നെയാണ്. അവർക്കൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതേണ്ടിയിരുന്ന ആളാണ് ഷഹബാസ്. പക്ഷേ ഇന്ന് ഷഹബാസ് ഇല്ല. വലിയ വേദനയിലാണ് ആ കുട്ടികളും അധ്യാപകരും. ജയലക്ഷ്മി, അതിവൈകാരികമാണ്, ദുഃഖകരമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം ആ ഒരു നിമിഷങ്ങളെയൊക്കെ അതിജീവിച്ചേ മതിയാകുള്ളൂ കുട്ടികളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് ജീവിതത്തിൽ. ഞാനിപ്പോൾ ഉള്ളത് ഈ സ്കൂളിലെ ഏവർക്കും പ്രിയപ്പെട്ട ഷഹബാസ് പരീക്ഷ എഴുതാൻ വരേണ്ടിയിരുന്ന ഹാളിന് മുൻപിലാണ്. സ്കൂളിൽ 10K ഡിവിഷനിലുള്ള ഈ ക്ലാസ് മുറിയിലാണ് ഷഹബാസ് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഇന്ന് എഴുതേണ്ട ഒരു ഹാൾ എന്ന് പറയുന്നത്. ഈ സ്കൂളിലാകെ 1032 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഈ ക്ലാസ് മുറിയിൽ 628-307 രജിസ്റ്റർ നമ്പറിലുള്ള ആ സീറ്റിൽ, അതായത് ഈ ക്ലാസ് മുറിയിലെ ഏറ്റവും പിറകിലായി കാണുന്ന ഏറ്റവും അവസാനത്തെ ആ ബെഞ്ച്, അവിടെയാണ് ഷഹബാസ് പരീക്ഷ എഴുതാനായി ഇരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ഒരു നമ്പർ മാത്രം, അതായത് 628-307 രജിസ്റ്റർ നമ്പർ മാത്രം ഒഴിഞ്ഞു കിടക്കും എന്നുള്ളതാണ്. 10M ക്ലാസ്സിലെ കുട്ടിയാണ്, ഈ സ്കൂളിൽ 10M ക്ലാസ്സിലെ കുട്ടിയാണ്. പരീക്ഷ 10Kയിലാണ് എന്നുള്ളതാണ്. എന്നാലും സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മാതൃകാ പരീക്ഷയിൽ നന്നായി എക്സാം എഴുതി. നമ്മൾ അധ്യാപകരോടും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ആർക്കും കുട്ടിയെ സംബന്ധിച്ച് മോശം അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളും നന്നായി പഠിക്കുന്ന, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ്. ഇപ്പം തന്നെ കുടുംബത്തെ സംബന്ധിച്ചും 4 മക്കളാണ് ഉപ്പക്കും ഉമ്മക്കും ഉള്ളത്. അതിൽ ഏറ്റവും മുതിർന്ന കുട്ടിയാണ് ഷഹബാസ്. താഴെ 1.5 വയസ്സ് ഉള്ള കുട്ടിയാണ് ഏറ്റവും ഇളയതും. ഷഹബാസ് പഠിച്ച് വളർന്ന് നല്ലൊരു നിലയിലേക്ക് എത്തും, ആ കുടുംബത്തിൻ്റെ ചുമതലയൊക്കെ ഏറ്റെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കുടുംബത്തെ സംബന്ധിച്ചും ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടിയാണ്. പക്ഷേ 2 സ്കൂളുകളിലെ എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെയും താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ തമ്മിലടിച്ചു. അങ്ങനെ ആ സംഘർഷത്തിൽ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റ് ജീവൻ നഷ്ടമാവുകയാണ് ഉണ്ടായത്. ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു അവസ്ഥയെ അതിജീവിച്ച് പരീക്ഷ നന്നായി എഴുതേണ്ടതായിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ഒപ്പം തന്നെ PTA ഭാരവാഹികളൊക്കെ തന്നെ ചേർന്ന് കുട്ടികളെ കൗൺസിലിംഗ് ഒക്കെ നൽകി പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുന്നതിനുള്ള പ്രയത്നമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നടത്തിയിരുന്നത്. കാരണം 2 ദിവസം മാത്രമേ ആകുന്നുള്ളൂ ഷഹബാസ് മരിച്ചിട്ട്. പൊതുദർശനം സംസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടും അവിടെ എത്തിയ കുട്ടികളൊക്കെ അലമ്പുറയിട്ട് കരയുകയായിരുന്നു. ഷഹബാസിനൊപ്പം ഒരു ബെഞ്ചിലിരുന്നു പഠിച്ച കുട്ടികളൊക്കെ. അപ്പോൾ അധ്യാപകരെ PTA ഭാരവാഹികൾ ഇന്നലെ രാത്രി വൈകിയും കുട്ടികളുടെ വീടുകളിലൊക്കെ പോയി പരമാവധി സംസാരിച്ച് അവരെ ഓക്കെ ആക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഓൺലൈനായി ചില ഫാക്കൽറ്റികളെ കൂടി, പുറമേ നിന്നുള്ള ഫാക്കൽറ്റികളെ കൂടി പങ്കെടുപ്പിച്ചിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളുമൊക്കെ കൗൺസിലിംഗ് ക്ലാസ്സുകളുമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ഓക്കെ ആക്കി കൊണ്ടുവരാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കം കുട്ടികൾ ഏതായാലും സ്കൂളിലേക്ക് ഇപ്പോൾ എത്തി. അല്പസമയത്തിനകം ബാക്കി കുട്ടികളും വരും. അവർ നന്നായി പരീക്ഷ എഴുതി നല്ല രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും, നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അധ്യാപകർക്കുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഷഹബാസ് ഇല്ലാത്തൊരു സ്കൂളാണ്. 3 വർഷം ഇവിടെ പഠിച്ച കുട്ടി വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തോടുകൂടി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു സംഭവത്തിൽ ഇല്ലാതാകുന്നു. തീർച്ചയായിട്ടും രാഹുൽ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചത്. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് കുട്ടികൾ തമ്മിലടിച്ചത്. അത് ഷഹബാസിന്റെ മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്ന് ഷഹബാസ് ഇല്ലാതെയാണ് മറ്റു കുട്ടികൾ പരീക്ഷ എഴുതുന്നത്.